മാത്സിൽ ഒരു ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചുകൊണ്ടല്ല കണക്കുകളിലേക്ക് പോകേണ്ടത്. ഡെഫിനിഷൻ പഠിച്ചിട്ടല്ല കണക്കുകൾ ചെയ്യാൻ പോകേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് 10 മാർക്ക് കിട്ടിയെന്ന് പറയുന്നത് വലിയ കാര്യമില്ല. കാരണം ഞാൻ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ അതിന് മാർക്ക് തരുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് 10 മാർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ 0 കിട്ടേണ്ടത്. അപ്പോൾ ഒരു പക്ഷേ കുട്ടികളെക്കാൾ കൂടുതൽ കംഫർട്ടബിളായിട്ട് പേരൻസിന് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഇടയ്ക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എൻ്റെ ഈ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് ഒരു ഗസ്റ്റ് ക്ലാസ് എടുക്കാമോ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. മാത്സിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിന് ശേഷം ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ് 11ാം ക്ലാസ്സിൽ. കാരണം 10ൽ പഠിക്കുന്ന ഒരു ലെവലേ അല്ല 11ൽ. അപ്പോൾ ആ ടീച്ചർക്ക് മനസ്സിലായി സംതിങ് ഈസ് ദെയർ. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, ഈ ഒരൊറ്റ വേഡ് കൊണ്ട് ആ സ്കൂളിലെ 60% പിള്ളേരും എൻ്റെ ട്യൂഷൻ സാറിനെ പോയി കണ്ട് ട്യൂഷന് അവിടെ അപ്പോയിൻറ്റഡായി. അപ്പം അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടി ഞാൻ സഹായിച്ച് ഒരുപാട് കുട്ടികളെ ഞാനിങ്ങനെ ചെയ്തപ്പോഴാണ്, ഞാൻ ആദ്യമേ ഒരു പീറ്റർ സാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അദ്ദേഹമാണ് എനിക്കിങ്ങനെ ഒരു സോഫ്റ്റ്വെയറിലേക്കുള്ള ഒരു ഐഡിയ തന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ്, റജി, നീ ഇത്രയും മാത്സിൽ മിടുക്കാനായിട്ട് നീ ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. അപ്പം നിനക്ക് മൾട്ടിപ്പിളായിട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഇവിടെ കിടക്കുകയാണ്, ടെക്നോളജി, സോഷ്യൽ മീഡിയ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സോഫ്റ്റ്വെയറിനെ പറ്റി ചിന്തിക്കുകയും ഈ 4 ബുക്കുകൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് പോകാതെ തന്നെ ഈ സോഫ്റ്റ്വെയറിലേക്ക് കടന്ന് ആ സോഫ്റ്റ്വെയർ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് എൻ്റെ ശരിയായിട്ട് ഞാൻ കുട്ടികളിലേക്ക് കടന്നെത്താൻ പോകുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു എൻട്രി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ റജി മാത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ട്രിക്കുകളൊക്കെ, ഷോർട്ട് ട്രിക്കുകളും കണക്കുകളും ഒക്കെ ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്, ക്ലാസ്സിലെ എല്ലാ വീഡിയോസിനും വേണ്ടിയിട്ട് ഞാൻ എക്സലൻറ്റ് മാത്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ നമുക്ക് എൻ്റെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, എല്ലാ ജില്ലയിലും എനിക്ക് എക്സിക്യൂട്ടീവ്മാരുണ്ട് കേരളത്തിൽ. അപ്പോൾ അവരെ ഓരോരുത്തരുടെയും ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സലൻറ്റ് മാത്സ് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിലേക്ക് നോക്കിയാൽ അവരെ നമുക്ക് വിളിക്കാൻ സാധിക്കും. അവരെല്ലാ സ്കൂളുകളിലും പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ excellientmaths.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഓരോ ക്ലാസ്സുകളിലെയും ഈ മാജിക് മാസ്റ്ററി ഉൾപ്പെടെ ആ ക്ലാസ്സുകളിലെ മുഴുവൻ വീഡിയോസും ഏറ്റവും ഷോർട്ടായിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 10ാം ക്ലാസ്സിലാണെങ്കിൽ 10ലെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ പ്ലസ് 14 ചാപ്റ്ററുകൾ കുട്ടികളെ ഒരുപാട് ബോറടിപ്പിക്കാതെ ഏറ്റവും ഷോർട്ടായിട്ട് സിമ്പിൾ ട്രിക്കുകൾ, ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ബേസിക് ഫണ്ടമെൻ്റൽസ്, സിമ്പിൾ ട്രിക്കുകൾ, ഒരു സ്റ്റോറി പഠിക്കുന്ന പോലെ. ഞാൻ ഒരിക്കലും കുട്ടികളെ മാത്സ് പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കുട്ടിയെ ഞാൻ മാത്സ് പഠിപ്പിക്കാറില്ല. ഞാൻ സ്റ്റെപ്പുകൾ എഴുതാറുമില്ല. ഞാൻ സ്റ്റെപ്പുകൾ പറയുക ചെയ്യുന്നത്. അതായത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പല കുട്ടികളും പല ടീച്ചർമാരും ചോദിച്ചിട്ടുണ്ട്, സാറ് പഠിപ്പിക്കുന്നതില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാത്സ് പഠിപ്പിക്കുകയല്ലേ, ഞാൻ നിങ്ങളോട് കഥ പറയുമല്ലേ. അപ്പോൾ എൻ്റെ പല വീഡിയോസും കണ്ടാൽ അറിയാം, ബോർഡിൽ ഓൾറെഡി സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ മറ്റ് ടീച്ചേഴ്സ് ചെയ്യുന്ന പോലെ അങ്ങനെ പറഞ്ഞ് ബോർഡിൽ എഴുതി സമയം കളയണ്ട. കാരണം എനിക്കതിൻ്റെ റീസൺ പറഞ്ഞാൽ മതി. അത് ഞാനൊരു സ്റ്റോറി പറയുന്ന പോലെ അങ്ങ് പറയുക. കുട്ടിക്ക് അവിടെ ബോറടിക്കുന്നില്ല. കുട്ടി മാത്സ് പഠിക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് പോലും ഇല്ലാത്ത രീതിയിൽ ഞാനതിനെ എക്സ്പ്രസ് ചെയ്യുവാണ്. ആ ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് സത്യത്തിൽ എനിക്ക് കുട്ടികളിലേക്ക് കൂടുതൽ കടന്നെത്താനും ഇതൊരു കുട്ടികൾക്ക് 100% പ്രയോജനമാക്കി തീർക്കാനും എനിക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഞാൻ ഒരുപാട് കുട്ടികളിലേക്ക് ഇത് കേരളം മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഇത് ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ അഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പം സാറ് പറഞ്ഞല്ലോ, അതായത് സോഫ്റ്റ്വെയറിലാണെങ്കിലും നമ്മൾ ബേസിക്സ് തൊട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം 8th പഠിക്കാത്ത ഒരാൾക്ക് പോലും 9th എത്തുമ്പോഴേക്ക് ആ ഒരു 9th മാത്സ് ഒരു നല്ല രീതിയിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ അതാണെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ചെറിയ പ്രായത്തിലെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് മാത്സ് അത്ര വലിയ പ്രശ്നമില്ലാണ്ട് പോകും. പക്ഷെ ഒരു 6th 7th 8th സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കും പതിയെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്ത് പിന്നെ ഇവർക്ക് പിന്നെ കംപ്ലീറ്റ്ലി ലൈഫിൽ ഇത് പറ്റില്ല എന്നുള്ളൊരു അതിലേക്ക് എത്തും. അപ്പം ഈ പറയുന്ന പോലൊരു അങ്ങനെ വരുന്നൊരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ പോലും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പിന്നെ ആ ഒരു ഇഷ്ടത്തിലോട്ട് എത്താൻ പറ്റുമോ?
അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ. ഞാൻ 10ാം ക്ലാസ്സിൻ്റെ അവസാനം എൻ്റെ അങ്കിൾ എനിക്ക് ട്യൂഷൻ സാറ് തരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തില്ലേ. ഞാൻ അപ്രോക്ട് 0-യിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 10 മാർക്ക് കിട്ടിയെന്ന് പറയുന്നത് വലിയ കാര്യമില്ല. കാരണം ഞാൻ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ അതിന് മാർക്ക് തരുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് 10 മാർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ 0 കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക്, മാത്സ് ക്ലാസ്സിലേക്ക്, പക്ഷേ എന്നെ ടീച്ചർമാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാനൊരു സ്കൂളിലൊരു പാവത്താനാണ്, മറ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ ഞാൻ മിടുക്കനാണ്. മാത്രമല്ല എൻ്റെ പപ്പായെ പഠിപ്പിച്ച പല ടീച്ചർമാരും ഉണ്ടായിരുന്നു മാത്സിനൊക്കെ വന്ന്. അപ്പോൾ അവർ പറയും, റജി എന്താ ഇതിൻ്റെ മറ്റ് വിഷയങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾക്കൊക്കെ നിനക്ക് നല്ല മാർക്കുണ്ട്, നിൻ്റെ പപ്പ ഇംഗ്ലീഷിലും എടുക്കണമായിരുന്നു, മലയാളത്തിലും എടുക്കണമായിരുന്നു എന്നൊക്കെ പപ്പായെ പറ്റി കമ്പയർ ചെയ്ത് പറയും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവരുടെ മുമ്പിൽ ഇങ്ങനെ. കാരണം എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ. ഇവരിങ്ങനെ ബോർഡിൽ ഇതെല്ലാം പറയുന്നു, അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം, പഠിച്ചോളാം എന്നൊക്കെ പറയുന്നു. അവർ ബോർഡിൽ ഇങ്ങനെ ഓരോന്ന് എഴുതുമ്പം എനിക്കത് പിടികിട്ടുന്നില്ല. സംഭവം എന്താ, ഇപ്പം നമുക്ക് 1/2 -1 എന്ന് പറയുമ്പോഴേ നമുക്കവിടെ പിടിവിട്ടു. കാരണം 1/2 -1 ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ അതല്ല യഥാർത്ഥ കണക്ക്, അതല്ല, വേറൊരു വേർഡ് പ്രോബ്ലം ചെയ്യുന്നതിന് ഇടയ്ക്ക് വരുന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ് 1/2 -1. അപ്പോൾ ഈ സ്റ്റെപ്പ് എനിക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ ആ പ്രോബ്ലം എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് പല കാര്യങ്ങളും പല രീതിയിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിലും, ഒന്നാമത്തെ കാര്യം, നമുക്കൊരു സ്റ്റേജ് കഴിയുമ്പം ടീച്ചേഴ്സിന് തന്നെ അറിയത്തില്ല നമ്മളെ പഠിപ്പിക്കാൻ. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് 5ാം ക്ലാസ്സിൽ പഠിക്കണം. അല്ലാതെ 8ാം ക്ലാസ്സിലെ ഒരു ടീച്ചർ പിന്നെയും ഇവൻ 5ാം ക്ലാസ്സിലെ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ എന്ന് ചിന്തിക്കുകയല്ല. കാരണം ടീച്ചർ അതിൽ എക്സ്പേർട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ മാത്സിൽ എക്സ്പേർട്ടായി നിന്നുകൊണ്ട് ഒരു ലോ ക്ലാസ് കുട്ടിയെ കാണുമ്പം ഇവനിത് അറിയാമെന്നല്ലേ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും. പക്ഷെ ഞാൻ 0 ആയിരുന്നത് കൊണ്ടല്ലേ. ഞാൻ അന്ന് മുതൽ ഫുൾ മാർക്ക് ആയിരുന്നെങ്കിൽ, സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് 100 ആയിരുന്നെങ്കിൽ, ഒരു ലോ ക്ലാസ് കുട്ടിയെ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ കുട്ടിയെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഓർക്കും ഇവനറിയാലോ എന്നൊരു ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ ഇന്ന് ആ കുട്ടി ഇതിങ്ങനെ ലാഗ് കാണിക്കുമ്പോഴേ ഞാൻ എൻ്റെ ജീവിതം ഓർക്കുന്നത്, എന്നെ തന്നെയാണ് കാണുന്നത്. അപ്പം ഞാൻ അവൻ്റെ ലെവലിലേക്ക് താഴുവാണ്. എന്നിട്ട് അവൻ്റെ ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നു, ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ അവൻ പഠിത്തം നിർത്തി, അവന് പിന്നെ ഒരു BScയുടെ ഒരു എക്സാം എഴുതാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മുമ്പിൽ വന്നാൽ പോലും അവനെ എനിക്ക് ഒരു 10-15 മണിക്കൂർ കൊണ്ട് ബേസിക്സ് ക്ലിയർ ചെയ്തിട്ട് അവൻ്റെ ചാപ്റ്ററുകൾക്ക് ഡയറക്ഷൻ കൊടുത്ത് അവനെ അതിനകത്ത് പാസ്സാക്കാൻ എനിക്ക് സാധിക്കും. അതെ. അപ്പം സാറിന് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിൽ ഓൺലൈൻ ക്ലാസ് കൂടാതെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ടാവും. ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോകാറില്ല. കാരണം എന്താ വെച്ചാൽ, ഓൺലൈൻ ഇപ്പം എൻ്റെ സോഫ്റ്റ്വെയറും ബുക്സും ഒക്കെ ആയിട്ട് തന്നെ, എൻ്റെ മാർക്കറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ ഒരു കംപ്ലീറ്റ് എൻഗേജ്ഡ് ആയി നിൽക്കുവാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എൻ്റെ ഈ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് ഒരു ഗസ്റ്റ് ക്ലാസ് എടുക്കാവോ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. അതുപോലെ പല സ്കൂളുകളും വിളിക്കാറുണ്ട്. ഞാൻ സ്കൂളുകളിൽ പോയി, മറ്റേ തൃശ്ശൂർ പള്ളോത്തിയിൽ ഒരു സ്കൂളിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് പോയിട്ട് അവിടുത്തെ എല്ലാ കുട്ടികളെയും കൂടി ഇരുത്തി, അവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനൊരു ക്ലാസ് എടുത്തു. അപ്പോൾ ആ ടീച്ചേഴ്സിന് ഞാനൊരു കൺവീൻസിങ് കൊടുത്തു എന്താണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സ്കൂളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു സോഫ്റ്റ്വെയർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയി ക്ലാസ് എടുക്കും എന്നുള്ളതല്ലാതെ ഞാനിപ്പോൾ ഇനിയൊരു വെളിയിലൊരു ക്ലാസ് എടുക്കാൻ പോകാനുള്ള ഒരു സമയം എനിക്കില്ല. കാരണം കൂടുതൽ സമയം ഞാൻ സ്റ്റുഡിയോയിലാണ്. കൂടുതൽ ടെക്നിക്കുകളും ഷോർട്ട് കട്ടുകളും ഒക്കെ പ്രിപ്പയർ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മാത്രമല്ല, എന്നെ വിളിക്കുന്ന നല്ല ഇൻ്റർനാഷണൽ സ്കൂളുകൾ, പല സ്കൂളുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. സാധാരണ സ്കൂളുകളൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവർ വിളിക്കുമ്പം ഞാൻ അവിടെ ചെന്ന് ക്ലാസ്സുകൾ എടുത്തിട്ട് അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന റജി മാത്സ് എന്ന് പറയുന്ന ചാനലിൽ കാണാം. അങ്ങനെ ആണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ കൂടുതലും ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ ഓൺലൈൻ ടെക്നോളജി. കാരണം എൻ്റെ കഴിവുകളും അതുപോലെ തന്നെ ഞാൻ കണ്ടെത്തുന്ന പല ടീച്ചേഴ്സിനും നല്ല കഴിവുള്ളവരുണ്ട്. അവരുടെ കഴിവിനെ എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഈ ഒരു പ്രത്യേക ഒരു അതായത് ചെറിയ ലെവലിൽ നിന്നും വലുതിലേക്ക് വരുന്ന എനിക്കറിയാം ആ ടീച്ചർക്ക് അങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള അവരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം. ഞാനിപ്പോൾ ഒരു ടീച്ചറെ ടെസ്റ്റ് ചെയ്യുന്നത്, ആ ടീച്ചറോട് ഞാനൊരു ടോപ്പിക്ക് എടുക്കാൻ പറയുന്നു, ആ ടീച്ചർ ആ ടോപ്പിക്ക് എടുക്കുന്നു. അപ്പോൾ അവർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പി ആകണം. പക്ഷേ ഞാൻ ഹാപ്പി ആകില്ല.
ഞാൻ പറയും ഞാനൊരു കൊച്ചുകുട്ടിയാണ്, എനിക്കിത് ഇത്ര കാര്യങ്ങൾ എനിക്കറിയില്ല, അപ്പോൾ അതെന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ. അപ്പോൾ MSc BEd എടുത്തിട്ട് റാങ്കും മേടിച്ച് നിൽക്കുന്ന ഒരു ടീച്ചറോട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയും അത് പറ്റിയല്ലെന്ന് പറയും. അവർക്ക് പറ്റിയല്ല അത്. അപ്പോൾ അവരൊരു നല്ല ടീച്ചറായിട്ട് എനിക്ക് തോന്നാറില്ല, ഞാൻ അവരെ സെലക്ട് ചെയ്യാറുമില്ല. അപ്പോൾ ഈ ലോ ലെവലിലുള്ള ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോസ് അവർക്ക് കാണിച്ചു കൊടുക്കും, ഞാൻ എന്താ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണ് എൻ്റെ കൂടെ ഒരു ടീച്ചറായിട്ട് ഞാൻ സെലക്ട് ചെയ്തുള്ളൂ. ഒരുപാട് ഹൈ ലെവലിലുള്ള ടീച്ചേഴ്സ് പോലും ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ ഞാൻ ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ടീച്ചേഴ്സിനെ കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും ട്രെയിനിങ് കൊടുത്ത് കുറേ കുട്ടികളെ ഞാനിപ്പം ഈ ഒരു വർഷം ഞാൻ ഒത്തിരി കുട്ടികളെ ഞാൻ എടുക്കുന്നില്ല, കാരണം റിസൾട്ടാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കുട്ടികളിലേക്ക് ഈ വർഷം ഞാൻ പോകുന്നില്ല. ഒരു മിനിമം ഒരു 100-200 കുട്ടികൾക്ക് നല്ലൊരു റിസൾട്ട് കൊടുത്ത് ഒരു പ്രൂഫ്, ഒരു വലിയൊരു കുറേ കുട്ടികൾക്ക് ഒന്നിച്ച്, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുറേ കുട്ടികൾക്ക് ഒന്നിച്ച് ഇപ്പം ഞാനിങ്ങനെ ഓരോരോ കുട്ടികളുടെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വർഷം കംപ്ലീറ്റ്ലി ഓൺലൈനിൽ തന്നെ, അവിടെയൊക്കെ ഞാൻ കുറച്ച് ഓഫ്ലൈനും ഞാൻ അവിടെ ചെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓൺലൈനിൽ തന്നെ എനിക്കത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നല്ലൊരു മാർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അടുത്ത വർഷം അത് നല്ലൊരു പൊട്ടൻഷ്യൽ ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ നിലവിലെ തീരുമാനം. ഈ പറയുന്ന പോലെ സ്കൂൾ വൈസ് മാത്രമാണോ നമുക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ ക്ലാസ് ഇടുന്നത്, അതോ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ട്രൈ ചെയ്യുന്നവർക്കും? കോമ്പറ്റേറ്റീവ് എക്സാമിന് ഞാനിപ്പോൾ നിലവിൽ എഴുതിയിരിക്കുന്ന ബുക്കുകൾ, അതായത് സ്കോളർഷിപ്പ്, കുട്ടികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പുകൾ, ഒളിമ്പിയാഡുകൾ. അപ്പോൾ അവർക്ക് 1ാം ക്ലാസ് മുതൽ ഒളിമ്പിയാഡുണ്ട്. സ്കോളർഷിപ്പ് നമുക്കറിയാമല്ലോ, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സൊക്കെയാണ് സ്കോളർഷിപ്പുകൾ മെയിനായിട്ട് വരുന്നത്. അതിന് എൻ്റെ ബുക്സ് മതി, കാരണം ആ ബുക്സിനകത്ത് ഒരുപാട് ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും ഉണ്ട്. പിന്നെ എൻ്റെ സോഫ്റ്റ്വെയർ പഠിക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ്സുകാരൻ എൻ്റെ സോഫ്റ്റ്വെയർ മേടിച്ചു കഴിഞ്ഞാൽ അവന് ബേസിക് ഫണ്ടമെൻ്റൽ കിട്ടി. അവൻ്റെ ക്ലാസ്സിലെ ചാപ്റ്ററുകൾ ഞാൻ വീഡിയോസായിട്ട് തന്നെ കൊടുത്തു. പിന്നെ അവന് കോമ്പറ്റേറ്റീവ് എക്സാമിന് അവൻ്റെ സ്കോളർഷിപ്പിന് വേണ്ടി പിന്നെയും ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല. അവൻ്റെ ബുക്സാണ് വേണ്ടത്, ആ ബുക്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി ഫ്യൂച്ചറിലേക്ക് ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ഒരു ചാനൽ കൂടി, ഒരു സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഞാനൊരു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ, എസ്പെഷ്യലി 12ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ ബേസിക് പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഉണ്ട്. മാത്സിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിന് ശേഷം ഒരു വലിയ ടേണിംഗ് പോയിന്റാണ് 11ാം ക്ലാസ്സിൽ. കാരണം 10ൽ പഠിക്കുന്ന ഒരു ലെവലേ അല്ല 11ൽ, പ്ലസ് 1 പ്ലസ് 2 വരുന്നത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ പോലെ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ 11ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളെ അവർ മാത്സിൽ ഒന്നും പഠിച്ചില്ല, അവർ 10ാം ക്ലാസ്, ഞാനെപ്പോഴും പറയുമല്ലോ കഴിഞ്ഞ ക്ലാസ് ഞാൻ നോക്കാറില്ല, ഇവിടെ മുതൽ ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അങ്ങനെ 11ാം ക്ലാസ്സിൽ വരെ, 10ാം ക്ലാസ് വരെ ഒന്നും പഠിക്കാത്ത കുട്ടികളെ 11ാം ക്ലാസ്സിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ അവരെ ഞാൻ എങ്ങനെ ഹൈ മാർക്കിലേക്ക് എത്തിക്കാം, ആ ഒരു ഗവേഷണമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് കുറച്ച് കുട്ടികളിലൊക്കെ അപ്ലൈ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞു, ഏകദേശം വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും പ്ലസ് 1 പ്ലസ് 2വിൻ്റെ വീഡിയോസും കൂടി എൻ്റെ കയ്യിൽ ഉണ്ടാവും. ഇപ്പം ഞാൻ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് ഇപ്പം ഈ വർഷം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പ്ലസ് 2വിൻ്റെ എൻട്രൻസ് ബേസായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു നെക്സ്റ്റ് ഏപ്രിലോടുകൂടി ഞാൻ ഫുള്ളായിട്ട് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാക്കേജ് അടുത്ത വർഷം എൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതോടൊപ്പം തന്നെ എൻ്റെ ഈ മെത്തേഡ് പഠിച്ച കുറേ ഓൺലൈൻ ടീച്ചേഴ്സിനെയും കുറേ ടീച്ചേഴ്സിന് ഞാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീച്ചേഴ്സും എന്നോടൊപ്പം ഉണ്ടാവും. അതെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് സാറ് ഇത്രയൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യം കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നിയൊരു കാര്യമാണ്, സാറ് പറഞ്ഞല്ലോ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തീരെ മാർക്ക് കുറഞ്ഞൊരു വ്യക്തിയാണ് ഈ നിലയിലേക്ക് മാത്സിൽ ഇത്രയധികം കുട്ടികളെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത്രയും വിപുലീകരിച്ച് കൊണ്ടുവന്നത്. അപ്പം എപ്പോഴെങ്കിലും ഈ പഠിപ്പിച്ച സാറുമാരെയോ ടീച്ചേഴ്സിനെയോ ഒക്കെ കണ്ടിട്ടുണ്ടോ, അതായത് ആ ടൈമിൽ, എന്നിട്ട് അവരുടെ ഒരു അഭിപ്രായമൊക്കെ എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സംഭവം, ഞാൻ പഠിച്ച ഒരു സർക്കാർ സ്കൂള്, അവിടെ എന്നെ 0-യിലാണല്ലോ അവർ കണ്ടിരിക്കുന്നത്. പക്ഷേ അവസാനം ഈ എൻ്റെ അങ്കിൾ എനിക്ക് ആ ട്യൂഷൻ സാറിനെ പരിചയപ്പെടുത്തുന്നതോടെ എൻ്റെ ആ രീതികളൊക്കെ മാറി. അപ്പോൾ ആ ടീച്ചർക്ക് മനസ്സിലായി സംതിങ് ഈസ് ദെയർ. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു,
ഒരു വിജയകുമാരി ടീച്ചർ. അവർ മലയാളം മീഡിയം സ്കൂളാണ് ഞങ്ങളുടേത്, ഒരു സർക്കാർ സ്കൂളാണ്. അപ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളും അത്ര ഇതൊന്നുമല്ല, പക്ഷേ അവിടെ പഠിക്കുന്ന 1-2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരിത് നോട്ട് ചെയ്ത്, ഞാൻ മാത്സിൽ എനിക്ക് ഡിഫറൻസ് വന്നപ്പോൾ ഈ കുട്ടികൾ ഇത് നോട്ട് ചെയ്ത്, അപ്പോൾ എനിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ടീച്ചർ എന്നോട് ചോദിച്ചു, ഈ AX² + BX + C = 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ടീച്ചർ എന്നോട് പറയുമ്പം, എന്നിട്ട് ടീച്ചർ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ മുഖം മാറ്റുമായിരുന്നു. അപ്പോൾ ഈ ട്യൂഷന് ശേഷം AX² + BX + C = 0 അതിൻ്റെ സൊല്യൂഷൻ റെജി പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ സ്കൂളായിട്ട് പറഞ്ഞ് x = -b ± √(b² - 4ac) / 2a. അത് ഞാൻ കാണാതെ പഠിച്ചതാണെന്ന് തോന്നുമെങ്കിലും എൻ്റെ ആ കൂളായിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ ടീച്ചർ ഒരു സിറ്റുവേഷൻ എനിക്ക് തന്നിട്ട്, ഈ സിറ്റുവേഷനെ നിനക്കൊരു ഇക്വേഷനാക്കി സോൾവ് ചെയ്യാമോ? ഞാനത് ബോർഡിൽ ചെന്ന് ഈസി ആയിട്ട് ചെയ്തു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, സംതിങ് ഈസ് ദെയർ, റജിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അയലോകത്തുള്ള എൻ്റെ അടുത്ത കുട്ടി പറഞ്ഞു, അവൻ ട്യൂഷന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂഷൻ, ഈ ഒരൊറ്റ വേർഡ് കൊണ്ട് ആ സ്കൂളിലെ 60% പിള്ളേരും എൻ്റെ ട്യൂഷൻ സാറിനെ പോയി കണ്ട് ട്യൂഷന് അവിടെ അപ്പോയിൻറ്റഡായി. അതെ, സാറ് എനിക്ക് തോന്നുന്നു സാറിന് വലിയൊരു പ്രൊമോഷൻ തന്നെ സാറിന് കിട്ടുമായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം മാത്തമാറ്റിക്സിന് വേണ്ടി മാർക്ക് കിട്ടാൻ വേണ്ടി പേരൻസും സ്റ്റുഡൻസും ഏതറ്റം വരെ പോകും. കാരണം മാത്സ് എന്ന് പറയുന്നത് അവർക്ക് അത്രയും ആവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം, ഞാൻ BSc റാങ്ക് വാങ്ങിയപ്പം അന്നത്തെ ഹെഡ് മാസ്റ്റർ എന്നെ വിളിപ്പിച്ചു. അവിടെ എനിക്കൊരു സ്വീകരണം തന്നു. എൻ്റെ ഒരു ഫോട്ടോ ആ സ്കൂളിലെ ഓഫീസിൽ അന്ന് വെക്കുകയുണ്ടായി. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് ആ ടീച്ചേഴ്സിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ച് അവിടെ ഒരു ഫോട്ടോ വെച്ചു. അപ്പോൾ അന്നത്തെ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ഒരു പാലക്കാട് എന്നുള്ളൊരു സാറായിരുന്നു, ഒറ്റപ്പാലത്ത് നിന്നുള്ളൊരു സാർ. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു, അദ്ദേഹം അവിടുന്ന് പോയായിരുന്നു. പക്ഷെ എൻ്റെ ഈ സംഭവം കണ്ട് അദ്ദേഹം സ്കൂളിൽ വരികയും എനിക്ക് അവിടെ ഒരു സ്വീകരണം തരികയും അങ്ങനെ ഒരു വലിയ സന്തോഷം എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടാകുകയും ചെയ്തു. അതൊരു വലിയ സന്തോഷമായിരുന്നു.